ചില ക്രൈസിസുകൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ വേദനിക്കും. പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും. മനസ്സ് വിങ്ങിപ്പൊട്ടും. പ്രത്യേകിച്ചും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പകുതി അല്പകാലത്തേക്കെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തളരും. അപ്പോഴെന്താ ചെയ്യുക? ഞാനൊന്ന് മാത്രമേ അർപ്പിക്കുന്നുള്ളൂ, എൻ്റെ ജീവിതം. ഞാൻ ആ പരിശുദ്ധ മാതാവിൽ അർപ്പിക്കുന്നു. അവിടുത്തെ അപേക്ഷയാൽ കർത്താവായ ക്രിസ്തു എല്ലാ നന്മകളും ഉണ്ടാക്കിത്തരട്ടെ. പൂർവാധികം നന്മയോടെ ജീവിതം തിരിച്ചു പിടിക്കട്ടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ആ പരമശക്തി. അത് എല്ലാവരെയും എല്ലായ്പ്പോഴും എവിടെയാണെങ്കിലും കാത്തു രക്ഷിച്ചു കൊള്ളട്ടെ. ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു വലിയ തീക്കുണ്ടം പേറിക്കൊണ്ടാണ് അവർ പൊട്ടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ സന്തോഷത്തോടെ പെരുമാറുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. എന്തിനാ വെറുതെ മനസ്സിലാക്കി നമ്മളൊരു സിമ്പതി നേടാൻ പോകുന്നത്? എത്ര മനസ്സിനകത്ത് വിഷമമുണ്ടെങ്കിലും ഒരു പുഞ്ചിരിയിലൊതുക്കുക. സന്തോഷത്തോടെ ബിഹേവ് ചെയ്യുക. അന്യരുടെ മുൻപിൽ ആവശ്യമില്ലാത്ത പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കുക. ഇന്നല്പം പ്രശ്നമുണ്ടെങ്കിലും നാളെ ഒരു നല്ലതിന് വേണ്ടിയാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. നാളെ എല്ലാം നന്നാവും. സർവശക്തനായ ഈശ്വരൻ എല്ലാം നന്നാക്കും. വെറുതെ വിഷമിക്കേണ്ടത് ആവശ്യമില്ല. പക്ഷേ ചില ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറയും. അത് ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. എല്ലാം നേരെയാകട്ടെ. സർവശക്തനും മഹാദേവിയും അതുപോലെ തന്നെ പരിശുദ്ധ മാതാവും എല്ലാം നേരെയാക്കട്ടെ. ക്രിസ്തുദേവൻ്റെ ശക്തിയും എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. എല്ലാം നേരെയാകും. എല്ലാവരുടെയും ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നേരെയാക്കാൻ ആ പ്രകൃതി ശക്തി നമ്മളെ രക്ഷിച്ചു കൊള്ളട്ടെ.